ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാന്ദ്രാസ് ലിറ്റിൽ വേൾഡ്. ഇന്ന് നമുക്കൊരു ക്രോപ്പ് ടോപ്പും സ്കേർട്ടും സ്റ്റിച്ച് ചെയ്താലോ. ആദ്യം നമ്മൾ മെഷർമെൻറ്റിന് എടുക്കേണ്ടത് ഉടുപ്പിൻ്റെ ലെങ്ത് ആണ്. എത്രത്തോളം ലെങ്ത് ആണോ നമുക്ക് വേണ്ടത് അത്രത്തോളം ലെങ്ത് എടുക്കുക. ഓക്കെ. പിന്നെ ഷോൾഡർ ഇങ്ങനെ പിടിച്ചിട്ടാണ് ഷോൾഡർ എടുക്കുക. ഒരു ഷോൾഡറിൻ്റെ അവിടെ കുഞ്ഞു മക്കൾക്ക് ഒരു ചെറിയ ബോൺ കാണും, ആ ബോൺ നോക്കി എടുക്കുക കേട്ടോ. അപ്പോൾ പിന്നെ എടുക്കേണ്ടത് ചെസ്റ്റിൻ്റെ വണ്ണം. ഇതേപോലെ നമ്മുടെ ഒരു വിരൽ ഇറങ്ങുന്ന രീതിയിൽ ചെസ്റ്റിൻ്റെ വണ്ണം എടുക്കുക. അതേപോലെ വേസ്റ്റിൻ്റെ വണ്ണം, അതേപോലെ ഉടുപ്പിൻ്റെ ഫുൾ ലെങ്ത്തിൻ്റെ അവിടുത്തെ വരുന്ന ഹിപ്പിൻ്റെ വണ്ണം. ഓക്കെ, ഇത്ര എടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ആം ഹോളിൻ്റെ വണ്ണമാണ്. ആം ഹോളിൻ്റെ വണ്ണം ഇതേപോലെ കറക്റ്റ് ആം ഹോൾ നമ്മൾ ആ ഷോൾഡർ എടുത്തില്ലേ ആ ഭാഗത്തേക്ക് വരണം. പിന്നെ വേണ്ടത് ഷോൾഡറിൻ്റെ അവിടുന്ന് സ്ലീവിൻ്റെ ലെങ്ത്ത്, ഇത്രത്തോളം സ്ലീവാണോ വരേണ്ടത് അത്, പിന്നെ അവിടുത്തെ വണ്ണം. ഓക്കെ. പിന്നെ നമുക്ക് വേണ്ടത് ഷോൾഡറിൻ്റെ അവിടുന്ന് ഫ്രണ്ട് നെക്ക് ഇതേപോലെ ഒന്ന് നോക്കുക. അതേപോലെ ബാക്ക് നെക്കിൻ്റെ ഇറക്കം എടുക്കുക. ഇത്രയാണ് നമുക്ക് ഉടുപ്പിന് വേണ്ടത്. പിന്നെ നമ്മുടെ പാവാട എവിടെ വെച്ചാണോ കെട്ടുന്നത് അവിടുത്തെ ഹിപ്പിൻ്റെ വണ്ണം. ഓക്കെ. പിന്നെ കെട്ടുന്നിടത്തുനിന്ന് താഴേക്ക് എടുക്കുക പാവാടയുടെ ലെങ്ത്. ഓക്കെ, ഇതാണ് നമുക്ക് പാവാടയ്ക്ക് വേണ്ടത്. മെഷർമെൻറ്റ് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഉടുപ്പിൻ്റെ ഫുൾ ലെങ്ത് എടുത്തേക്കുന്ന 13, ഷോൾഡർ 11.5, അതിൻ്റെ പകുതിയാണ് എടുക്കുന്നത്. പിന്നെ ചെസ്റ്റിൻ്റെ കൂടെ 2 കൂടെ ആഡ് ചെയ്തിട്ട് അതിനെ 4 ഡിവൈഡ് ചെയ്ത് എടുത്തേക്കുവാണേ. അതേപോലെ വേസ്റ്റിൻ്റെ വണ്ണവും 2 കൂടെ ആഡ് ചെയ്തിട്ട് അതിനെ 4 ഡിവൈഡ് ചെയ്തെടുത്തേക്കാണ്. ഹിപ്പും 22, അതിൻ്റെ കൂടെ 2 കൂടെ ആഡ് ചെയ്തിട്ട് 4 ഡിവൈഡ് ചെയ്തെടുത്തേക്കാണ്. ആം ഹോള് 10.5, അതിൻ്റെ പകുതിയാണ് എടുക്കുന്നത്. സ്ലീവിൻ്റെ ലെങ്ത്ത് 7, അവിടുത്തെ വണ്ണോ 7. അപ്പോൾ നമുക്ക് 13 ഇഞ്ചിൻ്റെ ഒരു ഉടുപ്പാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് തയ്യൽ തുമ്പൂടൊക്കെ കൂട്ടി ഒരു 15 ഇട്ട് വെട്ടാം കേട്ടോ. ഫ്രണ്ട് നെക്ക് 4. അപ്പോൾ പാവാടയുടെ ഹിപ്പിൻ്റെ അളവ് 21. ഓക്കെ. പിന്നെ ഞാൻ 21നെ 4 ഡിവൈഡ് ചെയ്തെടുത്തേക്കുവാണ്. അപ്പം ഞാൻ ഇതിന് ഹുക്കാണ് വെച്ച് കൊടുക്കുന്നത്. ഹുക്ക് വെക്കുമ്പോൾ അധികം നമ്മൾ എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ പാവാടയ്ക്ക് പട്ടയ്ക്ക് വേണ്ടി നമുക്ക് 1 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ 1 ഇഞ്ച് കിട്ടണമെങ്കിൽ നമ്മൾ 4 ഇഞ്ച് ഇട്ട് വെട്ടണം. അതേപോലെ 29 താഴ്ഭാഗത്തേത് വേണ്ടത്. അപ്പോൾ 29ഉം 1 ഇഞ്ച് കൂടെ ആകുമ്പോൾ 30 ആവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് വെട്ടുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് ഓർഗൻസയുടെ മെറ്റീരിയലാണ് കേട്ടോ പാവാടയ്ക്ക് വേണ്ടി എടുത്തേക്കുന്നത്. അപ്പോൾ നല്ല ഫ്ലെയർ ആയിട്ട് കിടക്കും കേട്ടോ ഓർഗൻസയുടെ മെറ്റീരിയൽ. ബ്ലൗസിന് ഞാൻ എടുത്തേക്കുന്ന 1 മീറ്റർ തന്നെയാണ് കേട്ടോ. അത് ലൈനിങ്ങിൽ ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ലൈനിങ്ങിൻ്റെ ക്ലോത്ത് 4 മടക്കിയിട്ട് കൊടുത്തു. ഓക്കെ. അപ്പോൾ ലെങ്ത്ത് കിട്ടുന്നതെന്ന് നോക്കണം, അതേപോലെ വണ്ണവും നമുക്ക് കിട്ടുന്നതെന്ന് നോക്കണം. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ തുണി മടക്കിയിട്ട് കൊടുക്കാൻ. അപ്പോൾ ഇവിടെ എൻ്റെ വെട്ട് വരാത്ത ഭാഗമാണ്, അപ്പുറത്തെ സൈഡിലാണ് കേട്ടോ വെട്ട് വരുന്നത്. അപ്പോൾ ആദ്യം ഷോൾഡർ മാർക്ക് ചെയ്യുക. ഷോൾഡർ 5.4, അവിടുന്ന് താഴേക്ക് ഒരു 4 ഇഞ്ചിൽ ഇതേപോലൊരു എൽ ഷേപ്പ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ. പിന്നെ ചെയ്യുന്നത് ചെസ്റ്റിൻ്റെ വണ്ണമാണ്. ചെസ്റ്റിൻ്റെ വണ്ണവും അതേപോലെ തയ്യൽ തുമ്പും. പിന്നെ ഞാൻ വേസ്റ്റിൻ്റെ വണ്ണം കൊടുക്കുന്നത് ഒരു 9ലാണ് കേട്ടോ. 8.5, 9 കൊടുക്കാം. അപ്പോൾ അവിടുത്തെ വണ്ണവും തയ്യൽ തുമ്പും. അതേപോലെ ഫുൾ ലെങ്ത്ത് നമുക്ക് വേണ്ടത് 13ആണ്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് കൂടെ നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്നുണ്ട് തയ്യൽ തുമ്പായിട്ട് കേട്ടോ. അപ്പോൾ 15ൽ ഞാൻ കറക്റ്റായിട്ടൊരു ലൈൻ വരച്ചെടുത്തു. അവിടെ നമ്മുടെ ഹിപ്പിൻ്റെ വണ്ണവും തയ്യൽ തുമ്പും. ഓക്കെ. അപ്പോൾ തയ്യൽ തുമ്പുകളൊക്കെ ഞാൻ ജോയിൻ ചെയ്തെടുക്കുവാണ്. അപ്പോൾ 7 വയസ്സിൻ്റെ ഒരു അളവാണ് കേട്ടോ ഇത്. 7 വയസ്സിന് ഇതൊരു കറക്റ്റ് 6 to 7 വയസ്സിന് കറക്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ എൽ ഷേപ്പ് വരച്ചെടുത്ത് ഒരു 1/2 ഇഞ്ച് ആം ഹോളൊന്ന് കുഴിച്ചൂടെ മാർക്ക് ചെയ്ത് കൊടുത്തു. ഓക്കെ. ഇനി ഇത് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. അപ്പോൾ ഞാനിത് കട്ട് ചെയ്ത് മാറ്റി. സെൻറ്റർ ഒന്ന് കറക്റ്റായിട്ട് നെക്ക് കൂടെ മാർക്ക് ചെയ്യാവേ. ഞാൻ നെക്ക് 2 ഇഞ്ചിലാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ നെക്ക് ഒരു വെറൈറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 ഇഞ്ചിൽ നിന്ന് താഴേക്ക് ഒരു 4 ഇഞ്ചിൽ ഇതേപോലെ കറക്റ്റ് ഒരു ബോക്സ് ആക്കി ഞാൻ വരച്ചു കൊടുത്തു. ഫ്രണ്ട് നെക്കാന്നേ. പിന്നെ അവിടുന്ന് 1 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തു കേട്ടോ. എന്നിട്ട് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഒരു 1/2 ഇഞ്ച് കൂടെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് മുകളിൽ നിന്ന് ഒരു 4.5 ഞാൻ മാർക്ക് കൊടുത്തു കേട്ടോ. ഇതേപോലെ
എന്നിട്ട് ഇതാ ആ പോയിന്റിൽ നിന്ന് മുകളിലേക്ക് സ്ട്രെയിറ്റ് വരയ്ക്കണം കേട്ടോ. ഇതാ കറക്റ്റ് സ്ട്രെയിറ്റ് ഞാൻ വരച്ചെടുത്തു. ഓക്കെ, ഇതാ ഇവിടുന്ന് ഇതാ വി പോലെ ഒന്ന് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇങ്ങനെയാണ് ആ നെക്ക് വരുന്നത്. അപ്പോൾ ഇത് കൂടുതലും കുഞ്ഞു പിള്ളേരുടെ ബ്ലൗസിലൊന്നും അങ്ങനെ ചെയ്തിട്ട് ഞാൻ ആദ്യം കണ്ടിട്ടില്ല കേട്ടോ. വലിയവരുടെ ബ്ലൗസിലാണ് ഈ നെക്ക് ട്രൈ ചെയ്യുന്നത് കൂടുതലും. അപ്പോൾ ഇതാ ഇത് ഞാൻ ഇപ്പുറത്തെ സൈഡിലേക്ക് കൂടെ ട്രേസ് ചെയ്തെടുത്തു. ഓക്കെ, ഫ്രണ്ട് നെക്കാണേ. ഇനി ബാക്ക് നെക്കിൽ നമുക്ക് നെക്ക് കറക്റ്റായിട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നെക്ക് ഇവിടെ 2 അരയോളം വരും. ഓക്കെ, 2 അര, താഴേക്ക് ഇറക്കം കൊടുക്കുന്നത് 4. എന്നിട്ട് അവിടെ ഒരു ബോക്സ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കുവാണ് കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഞാൻ റൗണ്ട് നെക്ക് കൊടുക്കുന്നതേ ഉള്ളൂ. ഇതുകൂടെ ഇതാ ഇതേപോലെ വെച്ചിട്ട് ഒന്ന് പതിച്ചെടുക്കുന്നുണ്ടേ. ഓക്കെ, ഇതാ ബാക്ക് നെക്ക്. ഓക്കെ, സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യണേ. 2ൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് പതിച്ചെടുക്കാൻ പറ്റുക കേട്ടോ. ഇതാ മെയിൻ ക്ലോത്ത് ഞാൻ 4ആയിട്ട് മടക്കിയിട്ടു. ഓക്കെ, എന്നിട്ട് ഇതാ ഇതേപോലെ ബാക്ക് നെക്ക്, ബാക്കല്ല ഫ്രണ്ടായാലും സെയിം തന്നെയാണ്. അപ്പോൾ വെച്ചിട്ട് ഇതേപോലെയൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുവാണേ. ലൈനിങ്ങിന് നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ മെയിൻ ക്ലോത്തിൽ കട്ട് ചെയ്തെടുക്കാൻ ഒന്നുകൂടെ ഈസിയാണ് കേട്ടോ. മെയിൻ ക്ലോത്ത് ആകുമ്പോൾ തെന്നിപ്പാനൊക്കെ ചാൻസ് കൂടുതലാണ്. ഇതാ സെൻറ്ററൂടെ മാർക്ക് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇനി സ്ലീവ്. എനിക്ക് സ്ലീവ് 7ഓളം ഞാൻ ഇറക്കം എടുത്തിട്ടുണ്ട്. പക്ഷേ സ്ലീവിൻ്റെ ഇറക്കം കിട്ടില്ല കേട്ടോ. ഞാനിപ്പോൾ 5 ആക്കി എടുത്ത് മാറ്റി കേട്ടോ. 5 കൊടുത്തു. പിന്നെ ഇതാ നെക്ക് 1.5 ഞാൻ നെക്കിൻ്റെ ലെങ്ത് കൊടുക്കുന്നത്. പിന്നെ ആം ഹോളിൻ്റെ പകുതി, നമ്മുടെ ആം ഹോൾ എത്രയാണ് കിട്ടിയതോ അതിൻ്റെ പകുതി എടുക്കുന്നുണ്ട്. ഇതാ എന്നിട്ട് ഈ 1.5 വരുന്നിടത്തേക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തു. ഇനി ഇതിൻ്റെ പകുതി എടുക്കണം കേട്ടോ. ഓക്കെ, ഇതിൻ്റെ പകുതി എടുത്തിട്ട് 5ൻ്റെ പകുതി എടുക്കുക. പകുതി മാർക്ക് ചെയ്തു. എന്നിട്ട് ഇതാ ഇവിടുന്ന് 1/2 ഇഞ്ച് മുകളിലേക്കും ഇവിടുന്ന് 1/2 ഇഞ്ച് താഴേക്കും. എന്നിട്ട് ഇതാ ഇതേപോലൊരു ഷേപ്പ് കൊടുക്കുകയാണ് കേട്ടോ ഞാൻ സ്ലീവിന്. ഓക്കെ, എന്നിട്ട് താഴ്ഭാഗത്തെ വണ്ണം തയ്യൽ തുമ്പ് 2 ഇഞ്ചോളം ഞാൻ എല്ലാത്തിനും തയ്യൽ തുമ്പ് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് തയ്യൽ തുമ്പും മെയിൻ ക്ലോത്തും ജോയിൻ ചെയ്തെടുത്തു. ഓക്കെ, അത് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ അതാ നമ്മുടെ ഫ്രണ്ട് നെക്കിൽ ഒരു വള്ളി വേണം കേട്ടോ. അപ്പോൾ വള്ളിക്കായിട്ടുള്ള ക്ലോത്ത് കൂടെ ഞാൻ കട്ട് ചെയ്ത് മാറ്റി. 2 വള്ളി വേണേ. അപ്പോൾ അധികം ലെങ്ത് ഒന്നും വേണ്ട. ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ സ്ലീവിനൂടെ ഇതാ ലൈനിങ് കൊടുക്കുന്നുണ്ട്. പോളിക്കോട്ടൺ ആയതുകൊണ്ട് ഇരിഞ്ഞു പോകുമോ എന്നുള്ള പേടി കൊണ്ടാണ് കേട്ടോ. അപ്പോൾ അംബ്രല്ല കട്ട് ചെയ്യാനായിട്ട് ഇതാ തുണി 4ആയിട്ട് ഞാൻ മടക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ ഇത് വെട്ട് വരുന്ന ഭാഗം വെട്ട് വരാത്ത ഭാഗത്തേക്ക് ഒന്ന് മടക്കി ഇട്ട് കൊടുത്തു. ഓക്കെ, എന്നിട്ട് മുകൾ ഭാഗത്ത് നമ്മുടെ ഹിപ്പിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തെടുക്കുക. അപ്പോൾ കിട്ടുന്ന ലെങ്ത് വെച്ചിട്ട് ഇതാ ഇവിടുന്ന് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുക. അപ്പോൾ കറക്റ്റ് കിട്ടുന്നുണ്ടോ നോക്കുക. അപ്പോൾ എനിക്ക് 5.5 എന്തോ ആണ് വേണ്ടത്. ഇതാ ഇവിടേക്ക് ഞാൻ വെച്ചിട്ട് കറക്റ്റ് ഇങ്ങനെ മാർക്ക് ചെയ്യുമ്പോൾ 5.5 കിട്ടുന്നുണ്ടോ എന്ന് നോക്കുന്നുണ്ടേ. എന്നിട്ട് ഫുൾ ലെങ്ത്തിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ കൊടുക്കുക. അപ്പോൾ ഇവിടെ വെച്ചിട്ടല്ല മാർക്ക് ചെയ്യുക. ആദ്യം അവിടെ വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്യുക. പിന്നെ മുകളിൽ വെച്ചിട്ട് കറക്റ്റ് എത്രയിലാണോ കിട്ടുന്നത് അതനുസരിച്ച് റൗണ്ടിന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കറക്റ്റ് ക്ലിയർ വീഡിയോ ഒക്കെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് സർക്കിളിൽ അംബ്രല്ല വെട്ടുന്നതെന്നൊക്കെ. അപ്പോൾ ജസ്റ്റ് മനസ്സിലാകാത്തവർ ഒന്ന് അത് കണ്ടു നോക്കുക. ഓക്കെ, എന്നിട്ട് താഴ്ഭാഗത്ത് ഇതാ ഈവനായിട്ട് കട്ട് ചെയ്തെടുത്തു. പിന്നെ മുകൾ ഭാഗത്ത് കട്ട് ചെയ്തിട്ട് താഴെ വരരുത്. ആദ്യം താഴ്ഭാഗം കട്ട് ചെയ്യാം. ഓക്കെ, ലൈനിങ് നോക്കുക. മടക്ക് ഞാൻ 2ആയിട്ട് മടക്കി, ആദ്യം 2ആയിട്ട് മടക്കിയിട്ട് കൊടുത്തു. പിന്നെ വെട്ട് വരാത്ത ഭാഗത്തു നിന്ന് വെട്ട് വരുന്ന ഭാഗത്തേക്കൊന്ന് മടക്കിയിട്ട് കൊടുത്തു. ഓക്കെ, ലൈനിങ്ങും സെയിം പോലെ തന്നെ
മാർക്ക് ചെയ്തെടുക്കുക. പക്ഷേ ലെങ്ത്ത് ഒരു 2 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്യുക. നമ്മുടെ ആക്ച്വൽ ലെങ്ത്തിനേക്കാളും 2 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്യുക കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ലൈനിങ് കട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇത് ഒരുപാട് ലെങ്തി വീഡിയോ ആണ് കേട്ടോ. അതാണ് ഞാൻ ഡീറ്റെയിലായിട്ട് പറഞ്ഞു തരാത്തത്. ഡീറ്റെയിലായിട്ട് മനസ്സിലാക്കേണ്ടവർ ഇതിന് മുന്നേ ഉള്ള വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അംബ്രല്ല മാത്രം കട്ട് ചെയ്യുന്ന വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതും കട്ട് ചെയ്തെടുത്തേക്കുവാണ് കേട്ടോ. എന്നിട്ട് മുകൾ ഭാഗം കൂടെ കട്ട് ചെയ്തെടുത്തു. ആദ്യം നമ്മൾ ആ വള്ളിക്ക് വേണ്ടി എടുത്തു വെച്ചില്ലേ, ആ ക്ലോത്ത് ഒന്ന് ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ഒന്ന് ഒരു സ്റ്റിച്ച് ഇട്ടെടുക്കുക കേട്ടോ. ഞാൻ അല്പം ലെങ്ത് കൂട്ടി തന്നെയാണ് കേട്ടോ ഇപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്തത്. ബാലൻസ് പാർട്ടൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇത് നമുക്കൊന്ന് തിരിച്ചിട്ടെടുക്കണം. അതാ ഒരു ലൂപ്പ് ടോണ്ടർ വെച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ വള്ളി തിരിച്ചിട്ടെടുക്കുന്നത്. അപ്പോൾ 2 ഞാൻ തിരിച്ചിട്ടെടുത്തിട്ടുണ്ട്. ഇനി മെയിൻ ക്ലോത്തിൻ്റെ നല്ല ഭാഗത്തിന് മുകളിലാണ് ഈ ലൈനിങ് വെച്ച് കൊടുത്തേക്കുന്നത്. എന്നിട്ട് നമ്മൾ ആ വരച്ച രീതിയിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇവിടെ വരുമ്പോൾ ആ വള്ളി അകത്ത് വെച്ച് കൊടുക്കുക. വള്ളി അകത്ത് വെച്ച് കൊടുത്തിട്ട് ഒന്ന് ലോക്ക് ചെയ്ത് മാത്രം ആ വള്ളി വരുന്നിടത്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ 2 വട്ടം ഇട്ട് കഴിയുമ്പോഴത്തേനും ആ വള്ളി ഊരിപ്പാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഓപ്പോസിറ്റ് 2 വശത്തും ഇതേപോലെ വള്ളി വെച്ചിട്ട് ഒന്ന് ലോക്ക് ചെയ്ത് തന്നെ സ്റ്റിച്ച് ചെയ്ത് പോരുക കേട്ടോ. നമ്മൾ ആദ്യം വരച്ച വരയല്ല, രണ്ടാമത് വരച്ച വരയിൽ കൂടാണ് കേട്ടോ ഇതായി സ്റ്റിച്ച് പോകുന്നത്. എന്നിട്ട് ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ സ്റ്റിച്ച് കൊള്ളാതെ തുണി വെട്ടിയെടുക്കുവാണേ. എന്നിട്ട് ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കുക കേട്ടോ. കട്ടിടുമ്പോൾ സ്റ്റിച്ച് കൊള്ളാനേ പാടില്ല. സ്റ്റിച്ച് കൊള്ളാതെ ഇത് കോർണർ ഒരുപാടുള്ളത് കൊണ്ട് തന്നെ എല്ലാ കോർണറിലും ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് തിരിച്ചിട്ടെടുക്കുവാണേ. തിരിച്ചിട്ടെടുത്തിട്ട് ഒന്ന് അയൺ ചെയ്താൽ അത്രയും നല്ല കോർണറൊക്കെ കറക്റ്റായിട്ട് കിട്ടിയോ ഇല്ലയോ എന്ന് നോക്കണം കേട്ടോ. എന്തെങ്കിലും വെച്ചൊന്ന് കുത്തി കൊടുത്താലും അത്രയും ബെറ്ററാണ്. കോർണറൊക്കെ നല്ല ഷേപ്പിൽ തന്നെ കിട്ടും. പിന്നെ തേച്ചുകൂടെ കൊടുത്താൽ നല്ല പക്കായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. എന്നിട്ട് ഞാൻ അതിൻ്റെ സൈഡിലൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ തേച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇത് ഒഴിവാക്കാം, അല്ലെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. കറക്റ്റ് ഞാൻ എഡ്ജിലൂടെ ഒരു സ്റ്റിച്ച് ഇട്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇതിൻ്റെ 3 സൈഡും ഒന്ന് ജോയിൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഓക്കെ, ഇത്രയും ലെങ്ത് വേണ്ട, ലെങ്ത് കുറച്ച് കട്ട് ചെയ്ത് മാറ്റിയാൽ ഞാൻ ബാക്കിൽ കെട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ബാക്കിലെ നെക്ക് നല്ല മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശത്തിന് മുകളിലാണ് ലൈനിങ് വെച്ച് കൊടുത്തേക്കുന്നത്. ആ നെക്ക് വരച്ച് അതിലേ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു. എന്നിട്ട് ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുവാണ് കേട്ടോ. എന്നിട്ട് ചെറിയ ചെറിയ വെട്ടിട്ട് കൊടുക്കാവേ. ഓക്കെ, എന്നിട്ട് ലൈനിങ് ക്ലോത്തിനെ നീക്കി ലൈനിങ്ങിൻ്റെ മെയിൻ ക്ലോത്തിൻ്റെ സെൻറ്ററിലൂടെ പതിച്ചൊരു സ്റ്റിച്ച് കൂടെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ലൈനിങ്ങിനെ അകത്തേക്ക് വെച്ചിട്ട് മെയിൻ ക്ലോത്തിൻ്റെ എഡ്ജിലൂടെ ഒരു പതിച്ച് സ്റ്റിച്ച് കൊടുത്തു കേട്ടോ. ഓക്കെ, എന്നിട്ട് മെയിൻ ക്ലോത്തിനെ ലൈനിങ്ങിനെയും കൂടെ 3 വശം കൂടെ ഒന്ന് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. എക്സ്ട്രാ നിൽക്കുന്ന ക്ലോത്ത് എല്ലാം കട്ട് ചെയ്ത് മാറ്റുന്നേ. എന്നിട്ട് ബാക്ക് സൈഡിലെ മെയിൻ ക്ലോത്തും ഫ്രണ്ട് ഭാഗത്തെ നല്ല ഭാഗം ഫേസ് ചെയ്ത് വെച്ചിട്ട് ഇതേപോലെ ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 2 സൈഡിലും ഷോൾഡർ ജോയിൻ ചെയ്ത് നല്ല ലോക്കിട്ടാണ് കേട്ടോ ജോയിൻ ചെയ്യുന്നത്. ബിഗിനേഴ്സിന് ഇതായിരിക്കും ഒന്നുകൂടി ഈസി ആയിട്ടുള്ളവേ. ബാലൻസ് പാർട്ടൊക്കെ 1/2 ഇഞ്ച് ഗ്യാപ്പിൽ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഷോൾഡർ പതിച്ചുകൂടെ സ്റ്റിച്ച് ചെയ്ത്
സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും ബാക്ക് സൈഡിലേക്ക് പോകണം ആ തയ്യൽ തുമ്പ്. ഓക്കെ, ഫ്രണ്ടിൽ ഇതാ നമ്മൾ ഇതേപോലെ കെട്ടിക്കൊടുക്കാനാണ്. ഇതാ തുണി ഇതേപോലെ 4ആയിട്ട് മടക്കിയിട്ടു കേട്ടോ. ഒന്നുകൂടെ ഇതാ, എന്നിട്ട് നമ്മുടെ ലെങ്ത് ഒന്ന് കറക്റ്റ് നമുക്കിപ്പോൾ ഒരു 14 ലെങ്ത് മാത്രം മതിയാവും. ബാലൻസ് നിൽക്കുന്ന എല്ലാം കട്ട് ചെയ്ത് മാറ്റാം. 14 എന്ന് വെച്ചാൽ കറക്റ്റ് നമുക്ക് 13 വേണ്ടത്. ഇപ്പോൾ 1 ഇഞ്ച് കൂടെ എക്സ്ട്രാ മാത്രം മതി നമുക്ക്. ബാലൻസ് എല്ലാം കട്ട് ചെയ്ത് മാറ്റി. എന്നിട്ട് ഇതാ ഈ അടിഭാഗം ഡബിൾ ഫോൾഡ് ചെയ്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണേ. ഓക്കെ, 2 വട്ടം ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക. ഫ്രണ്ടും ബാക്കും അതേ രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് ഞാൻ ബാക്ക് സൈഡിൽ സിബോ ഹുക്കോ വെച്ച് കൊടുക്കാം. ഇപ്പം ഞാൻ സിബാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. ബാക്ക് സൈഡിനെ ഇതേപോലെ റോങ് സൈഡിൽ കറക്റ്റ് മടക്കിയിട്ട് ഒരു സ്റ്റിച്ച് 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ഒരു സ്റ്റിച്ച് ഞാൻ കൊടുത്തു. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലൂടെ കട്ട് ചെയ്ത് മാറ്റുവാണേ. എന്നിട്ട് ഇതിനെ ഇതേപോലെ ബാക്ക് സൈഡിൽ റോങ് വശത്ത് ഒന്ന് ജസ്റ്റ് നൂർത്ത് വെച്ചു. എന്നിട്ട് ഞാനൊരു സിബ് എടുത്തിട്ടുണ്ട്. സിബിൻ്റെ റോങ് സൈഡ് നല്ല ഭാഗം അകത്തേക്കും ചീത്ത ഭാഗം റോങ് സൈഡിലേക്കും വരുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഞാനൊന്ന് പതിച്ചുകൂടെ സ്റ്റിച്ച് ചെയ്തേ. അത് നമ്മൾ തുറന്ന് ഓൾറെഡി വെച്ചില്ലായിരുന്നു. അതിനെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തു. എന്നിട്ട് ആദ്യം ഇട്ട സ്റ്റിച്ച് ഉണ്ടല്ലോ, അതിൻ്റെ സെൻറ്ററിലൂടെ പോകുന്ന സ്റ്റിച്ചിനെ ആദ്യം ഒന്ന് പൊട്ടിച്ചു കിട്ടും. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ഇൻവിസിബിൾ സിബാണോ വെക്കുന്നത്? ആണോ കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ നല്ല വശമാണ് ഇത്. എന്നിട്ട് ഇൻവിസിബിൾ സിബിനെ ഇൻവിസിബിൾ സിബ് ആകുമ്പോൾ ഒന്ന് കൺഫ്യൂഷനാണ് കേട്ടോ. സീരം ചെയ്തില്ലെങ്കിൽ സിംഗിൾ ഫൂട്ട് ഇട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അതിൻ്റെ നല്ല ഭാഗം അകത്തേക്കിരിക്കുന്ന രീതിയിൽ ചീത്ത ഭാഗത്തൂടാണ് കേട്ടോ ഇപ്പോൾ സ്റ്റിച്ച് പോകുന്നത്. നിർത്തി ഇൻവിസിബിൾ സൈഡ് ഒരു സൈഡിൽ നിന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണേ. പിന്നെ ഓപ്പോസിറ്റ് സൈഡും ഒന്ന് തിരിച്ച് വെക്കുക. നമ്മൾ ഇൻവിസിബിൾ സിബ് എപ്പോഴും തിരിച്ചാണ് കേട്ടോ വെക്കുന്നത്. അതും കറക്റ്റായിട്ടൊന്ന് വെച്ച് പിന്നെ കുത്തി നോക്കുക കേട്ടോ. ഒന്ന് സിബ് അടച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കറക്റ്റാണോ റോങ് ആണോ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാൻ അങ്ങനെ നോക്കിയിട്ട് ആദ്യത്തെ ഒരു പാടേ ഉള്ളൂ കേട്ടോ ഇൻവിസിബിൾ സിബ് ചെയ്തെടുക്കാനായിട്ട്. ഡബിൾ സൈഡ് ഫൂട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പമായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഒരു പാടുമില്ല. നോർമൽ സിബ് വെക്കുന്ന രീതി തന്നെ നോർമൽ സിബ് നമ്മൾ കറക്റ്റ് സൈഡിലേക്കാണ് വെക്കുന്നത്. ഇത് ഓപ്പോസിറ്റ് സൈഡിലേക്കൊന്ന് വെച്ച് നോക്കിയാൽ മതി. എന്നിട്ട് അടച്ചിടും. കറക്റ്റായിട്ട് ഇൻവിസിബിൾ സിബ് എനിക്ക് കറക്റ്റ് സെയിം കളറില്ലായിരുന്നു കേട്ടോ. ഞാൻ തലേന്നിടാൻ വേണ്ടിയിട്ട് ഒരു ഒക്കേഷന് വേണ്ടിയിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കുവാണ്. അപ്പോൾ സെയിം സിബൊന്നും കയ്യിലുണ്ടായിരുന്നില്ല. പിന്നെ ഇതേപോലെ കറക്റ്റ് ബാലൻസ് സിബ് അതേപോലെ ഇരുന്നോട്ടെ. കറക്റ്റ് ഞാൻ 4ആയിട്ട് മടക്കിയിട്ടിട്ട് ഷോൾഡർ ഒന്നുകൂടെ അകത്തേക്ക് എടുത്ത് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചെസ്റ്റ്, വേസ്റ്റ്, ഹിപ്പ് മാർക്ക് ചെയ്തെടുത്തു. 1/2 ഇഞ്ച് ആം ഹോൾ കൂടെ ഒന്ന് കുഴിച്ച് വെട്ടി. ഓക്കെ, ഈ ഷോൾഡർ എപ്പോഴും നമ്മൾ ഒന്നുകൂടെ എടുത്ത് വെട്ടണം കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഷോൾഡർ കിട്ടും. 2 സൈഡും ചെസ്റ്റും വേസ്റ്റും ഹിപ്പും കൂടെ മാർക്ക് ചെയ്തിട്ട് നമുക്ക് ആ ഷേപ്പിനെ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. ഈ ഫൂട്ടൊക്കെ മാറ്റിയിടുന്നത് ഭയങ്കര മെനക്കെട്ട പണിയാണ് കേട്ടോ. നമ്മുടെ വർക്കിനെ അത്രയും ഡിലേ ആക്കുന്ന പരിപാടികളാണ്. അപ്പോൾ ഞാൻ ആ ചെസ്റ്റും വേസ്റ്റും ഹിപ്പും കൂടെ ഒന്ന് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി ഫ്രണ്ട് ആം ഹോൾ എടുത്ത് വെട്ടേണ്ടവർക്ക് എടുത്ത് വെട്ടാം. ഞാൻ എപ്പോഴും എടുത്ത് വെട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ സ്ലീവ് തന്നെ സ്ലീവിൻ്റെ അടിഭാഗം ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് തുണിയുടെ നല്ല ഭാഗം നൂർത്തിയിട്ടിട്ട് കറക്റ്റ് ഷോൾഡറിൽ വെച്ചിട്ട് കറക്കി സ്ലീവ് ജോയിൻ ചെയ്തെടുക്കുവാണ്. അപ്പോൾ സ്ലീവ് ജോയിൻ ചെയ്യുമ്പോൾ എപ്പോഴും നിർത്തി മാത്രം ജോയിൻ ചെയ്തെടുക്കുക കേട്ടോ. സൂചി കുത്തി നിർത്തിയിട്ട് മാത്രം തുണി നീക്കി വിടുക, അല്ലെങ്കിൽ പല ഷേപ്പായി പോകും കേട്ടോ. സ്ലീവ് എപ്പോഴും ജോയിൻ ചെയ്യുമ്പോൾ ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ ഒരു 2 വട്ടം ഇടുമ്പോഴത്തേനും സ്ലീവിൻ്റെ സ്റ്റിച്ചൊക്കെ പൊട്ടിപ്പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഞാൻ സ്ലീവ് ജോയിൻ ചെയ്തെടുത്തിട്ട് തുണി തിരിച്ചിട്ടിട്ട് സ്ലീവിൻ്റെ വണ്ണം ഇപ്പോൾ എത്രയാണോ നമുക്ക് സ്ലീവിൻ്റെ വണ്ണം വേണ്ടത് അത് കറക്റ്റ് മാർക്ക് ചെയ്തിട്ട് ആ വണ്ണത്തിൽ നിന്ന് ചെസ്റ്റിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കറക്റ്റ് ആ ചെസ്റ്റിലേക്ക് സ്ലീവിൻ്റെ അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും.
അപ്പോൾ എക്സ്ട്രാ തൈലത്തുമ്പൊക്കെ ഇട്ട് കൊടുക്കുക. ബാലൻസ് നിൽക്കുന്ന പാർട്ടെല്ലാം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. അനാവശ്യമായിട്ടുള്ളതെല്ലാം കട്ട് ചെയ്ത് മാറ്റാം. ഒരുപാട് തൈലത്തുമ്പായാലും നമ്മൾ ആ ഡ്രസ്സ് ഇടുമ്പോൾ അതിന് കറക്റ്റ് ഷേപ്പൊന്നും കിട്ടില്ല കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ലോക്ക് മെഷീൻ ആ സമയത്ത് ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ അരിക്ക് അകത്തേക്കൊന്ന് ജസ്റ്റ് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഈ പോളിക്കോട്ടൻ്റെ തുണിയാകുമ്പോൾ പെട്ടെന്ന് ഇരിഞ്ഞ് വരും കേട്ടോ, ഭയങ്കര പാടാണത്. അപ്പോൾ പിന്നെ ഈ വള്ളിയുടെ താഴത്ത് ജസ്റ്റ് ഒരു കുഞ്ചലം കൂടെ കെട്ടിക്കൊടുക്കുവാണേ. ഓക്കെ, പിന്നെ ഇത് നമുക്ക് ഒരു ക്ലിപ്പ് സ്റ്റോൺ വെച്ചിട്ട് നമുക്ക് സിബിൻ്റെ ബാലൻസ് ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ അംബ്രല്ല ഇവിടെ 4 ഫോൾഡ് ചെയ്തിട്ടാണ് കേട്ടോ, 8 ഫോൾഡ് ആയിട്ടാണ് കട്ട് ചെയ്ത് മാറ്റിയത്. അപ്പോൾ 8 ഫോൾഡ് ആകുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. ഞുറുവിൽ അടിഭാഗത്ത് നല്ല ഫ്രില്ലായിട്ട് കിട്ടും. അപ്പോൾ അത് 2 പീസായിട്ടാണ് കിട്ടുന്നത്. ആ 2 പീസിനെ ആദ്യം ഞാനൊന്ന് ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട്, 2 സൈഡിലുമായിട്ടെ. ഒന്ന് ജോയിൻ ചെയ്തെടുത്തു. പിന്നെ അതിനെ ഒന്ന് പതിച്ചുകൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒറ്റ സ്റ്റിച്ചൊക്കെ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല, പെട്ടെന്ന് സ്റ്റിച്ച് പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും പതിച്ചുകൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. അത് സെയിം കളർ നൂലിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് നൂല് എടുത്ത് അറിയാനായിട്ട് പറ്റും കേട്ടോ. ഞാൻ ഓർഗൻസയിൽ പാവാടയൊക്കെ ചെയ്യുന്ന ഭയങ്കര ഭംഗിയുള്ളൊരു ഇതാണ് കേട്ടോ. കുട്ടികളൊക്കെ ഇട്ട് നിൽക്കുമ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. എന്നിട്ട് ആ പാവാടയുടെ അടിയിൽ ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിർത്തി കൊടുക്കുക, ഇല്ലെങ്കിൽ ഒന്നാമതേ തുണി നമ്മൾ പിടിക്കുന്നിടത്ത് നിൽക്കില്ല കേട്ടോ. ഓർഗൻസ അത്രയും ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്, ഭയങ്കര പാടാണ് കേട്ടോ. അതൊന്ന് മാനേജ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാനും. അംബ്രല്ലൊക്കെ കട്ട് ചെയ്യുമ്പോഴത്തേനും ഡബിൾ ടൈം എടുത്തിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. കാരണം നമ്മൾ പിടിക്കുന്നിടത്ത് നിൽക്കില്ല, അതുകൊണ്ട് തന്നെ എക്സ്ട്രാ ചാർജാണ് കേട്ടോ. പിന്നീട് ലൈനിങ്ങും ആ പാവാടയുടെ മെയിൻ ക്ലോത്തിൻ്റെ മോൾ ഭാഗമില്ലേ, അതൊന്ന് ജോയിൻ ചെയ്തെടുക്കുകയാണ്. പാവാടയുടെ അടിഭാഗവും ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാ നിർത്തി ഞാൻ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് അംബ്രല്ലയുടെ മുകൾ ഭാഗമല്ല അടിഭാഗവും റൗണ്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര പാടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. രണ്ടും കറക്റ്റ് ആയിരിക്കണം. ഞാനാണെങ്കിൽ എനിക്ക് അംബ്രല്ലയ്ക്ക് കുറച്ച് ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളും കുറച്ച് കൂടുതലാണ് കേട്ടോ തുണി വന്നത്. അപ്പം ഞാൻ 2-3 പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. പിന്നീട് ഇത് ജോയിൻ ചെയ്യുന്നതിൻ്റെ 2 സൈഡും മുകൾ ഭാഗത്തു നിന്ന് കുറച്ച് താഴേക്ക് ഒരു 2 ഇഞ്ച് ഞാനൊന്ന് അകത്തേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഹിപ്പ് ഒന്ന് അളന്ന് നോക്കുക. ഓക്കെ, കറക്റ്റ് അളന്ന് നോക്കുക. എന്നിട്ട് ഒരു തുണി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 4 ഇഞ്ച് വീതിയും, അതേപോലെ നമ്മളിപ്പോൾ ഹിപ്പിൻ്റെ അളവ് എടുത്തില്ലേ, അപ്പോൾ ചിലപ്പോൾ ഇത് എനിക്ക് കിട്ടുന്നത് 24 കേട്ടോ. അപ്പോൾ ഒരു 26 ലെങ്ത്തിൽ ഇതേപോലെ ഒരു തുണി, 26 ലെങ്ത്തും 4 ഇഞ്ച് വീതിയും, അതിനെ ആദ്യം ഞാൻ മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്തു. അതിൻ്റെ 2 സൈഡും ഒന്ന് പതിച്ചുകൂടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഒരു സൈഡ് ഇതേപോലെ അകത്തേക്ക് മടക്കി വെച്ചു, സ്റ്റിച്ച് ചെയ്തു. എന്നിട്ട് ആ മടക്കി വെച്ച സൈഡിൽ നിന്നാണ് കേട്ടോ തുടങ്ങുന്നത്. ഇതേപോലെ തുണിയുടെ നല്ല വശത്തിൻ്റെ മുകളിലാണ് കേട്ടോ വെച്ച് കൊടുത്തേക്കുന്നത്. എന്നിട്ട് ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുവാണേ. നിർത്തി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണ്. എപ്പോഴും നമ്മൾ നിർത്തുമ്പോൾ സൂചി തുണിയിൽ കുത്തി ഇറക്കി തന്നെ നിർത്തണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ എൻഡ് ഭാഗം വരുമ്പോഴത്തേക്കും ഒന്നുകൂടെ അകത്തേക്ക് മടക്കി കൊടുത്തു. എന്നിട്ട് ഒന്നുകൂടെ അതിൻ്റെ ചീത്ത ഭാഗത്തേക്ക് നിങ്ങളൊന്ന് നിർത്തി നോക്കിക്കഴിഞ്ഞാലിട്ട് മനസ്സിലാവും കേട്ടോ എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നതെന്ന്. എത്രത്തോളം എനിക്ക് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ കുറേ ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് കേട്ടോ, കുറേ ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആകുമെന്ന് കരുതിയിട്ടാണ് ഞാൻ വീണ്ടും ഇത്രയും കഷ്ടപ്പെട്ട് വീഡിയോസ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഓപ്പൺ സൈഡ് ഇതേപോലെ ഒന്ന് ക്ലോസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുകയാണ്. ക്ലോസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല ഭാഗം ഫേസ് ചെയ്ത് അകത്തേക്ക് കൊടുക്കുക. എന്നിട്ട് അടിച്ച് താഴേക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. തുണിയൊക്കെ കയറി പിടിച്ചാൽ ഭയങ്കര പാടാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഔട്ട്ലുക്ക് ഇതാണ് കേട്ടോ. ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാൾ ഒരുപാട് ബെറ്റർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓർഗൻസ മെറ്റീരിയൽ സ്കേർട്ട് ട്രൈ ചെയ്യാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഭംഗിയാണ് കേട്ടോ സ്കേർട്ട് കിട്ടുന്നത്.
അപ്പോൾ എൻ്റെ വീഡിയോസ് കണ്ട് ഒരുപാട് ആൾക്കാർ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. ഒരുപാട് സന്തോഷം കേട്ടോ. എന്നെക്കൊണ്ട് ആർക്കെങ്കിലും ഒക്കെ യൂസ്ഫുൾ ആക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സ്ക്രീനിൽ എൻ്റെ നമ്പറുണ്ട്, നിങ്ങൾക്ക് എന്തായാലും കോൺടാക്റ്റ് ചെയ്യാം. പക്ഷേ എപ്പോഴും ഒന്നും റിപ്ലൈ തരാൻ പറ്റിയില്ലെങ്കിലും ഞാൻ ഫ്രീ ആകുമ്പോൾ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ ബിഗിനേഴ്സിന് യൂസ് ആവുന്ന രീതിയിലാണ് കേട്ടോ ഞാൻ കൂടുതലും വീഡിയോസ് ചെയ്യാറുള്ളത്. അപ്പോൾ പ്രൊഫഷണൽസ് ഇത് കണ്ടിട്ട് എന്ത് തേങ്ങയാണ് ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിക്കാറുണ്ട്. പക്ഷേ കുറേ ബിഗിനേഴ്സിന് യൂസ്ഫുൾ ആവുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ എന്തായാലും വീഡിയോസ് ചെയ്ത് ഇടും. എനിക്ക് സമയം കിട്ടുന്ന അനുസരിച്ച് ഞാൻ ചെയ്തിടുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇതേപോലുള്ള യൂസ്ഫുൾ വീഡിയോയുമായി കാണുന്നിടം വരെ ബൈ.